അങ്ങനെ ആറ്റുനോറ്റിരുന്ന് കേരളത്തിന്റെ ധനപത്രം പുറത്തിറങ്ങിയപ്പോൾ സത്യത്തിൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി തലയിൽ കൈവച്ചിരുന്നു പോയി എന്നുള്ളതാണ് വാസ്തവം. കാരണം നിസാര കടമൊന്നുമല്ല. നമ്മൾ ഇതുവരെ 6 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കണക്ക് വരുമ്പോൾ കുറച്ച് ശകലമൊന്നും കുറവാണ്. 5.07 ലക്ഷം കോടിയാണ് പൊതുകടമായിട്ട് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കിഫ്ബി എന്ന് പറയുന്ന ഒരു അനങ്ങാപ്പാറ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ധനമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ധനാചാര്യനായിരുന്ന ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ സംഭാവനയാണ് കേരളത്തിന് കിഫ്ബി. ഈ കിഫ്ബി വഴിയാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇമാതിരി ചതി എന്നോട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പൊ എങ്ങനെ ഞാൻ ഭരിക്കും എന്റെ മച്ചാനെ എന്ന് പിണറായിയോട് സത്യത്തിൽ ചോദിക്കും. കാരണം എന്തിനാണ്, ഇതാണോ ഇത്ര സന്തോഷത്തോടു കൂടി നിങ്ങൾ പടിയിറങ്ങി അങ്ങ് പോകാനുള്ള കാരണം എന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം കേരളത്തിന്റെ ഈ പറയുന്ന പൊതുകടം ഇത്രയായിരിക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ, അതായത് ഇതിന്റെ 21,000-ഓളം കോടി രൂപ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ തിരിച്ചടവും കടവും ഒക്കെ വരുന്നത്. ഈ തിരിച്ചടവും കടവും ഒരിക്കലും മാറ്റി വെക്കാൻ സാധിക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതും. ഇനി ധവളപത്രം എന്ന് പറയുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ധവളപത്രം? അറിയാത്തവരും ഉണ്ടാകാം. ഒരു സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നിലവാരം, അത് വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ, ഭാവിയിലുള്ള സാമ്പത്തിക വെല്ലുവിളികളൊക്കെ എന്തായിരിക്കാം എന്നതൊക്കെ വ്യക്തമാക്കുന്ന ഒരു വൈറ്റ് പേപ്പറാണ് ഇത്. മാത്രമല്ല ട്രഷറിയിലെ പണലഭ്യത മനസ്സിലാക്കാൻ കഴിയും. റവന്യൂ കമ്മി, സംസ്ഥാനത്തിന്റെ ആകെ കടം, ഇതിന്റെ എല്ലാം കണക്കുകൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവും. കൂടാതെ നികുതി പിരിവിലെ പോരായ്മകളും തടസ്സപ്പെട്ട പദ്ധതികളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇത് പൊതുജനത്തെയും നിയമസഭയെയും യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കും. അപ്പോ ഇത് എന്തിനാണ് ഇപ്പോ ധവളപത്രം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് എന്നുള്ളത് ഏതാണ്ട് മനസ്സിലായി കാണും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ടൊക്കെ നടപ്പിലാക്കുന്നില്ലേ എന്നുള്ളത് നമ്മുടെ മുഖ്യന്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഇത്രയും വലിയ കടമുണ്ട്, ആകെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇനിയിപ്പോ ഉത്തരവുണ്ട്. നിങ്ങൾ ധവളപത്രം കണ്ടതല്ലേ? ഈ ധവളപത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതും വെച്ചിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ ഇനി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പിന്നെ കിഫ്ബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനമില്ലാത്തത് കൊണ്ട് 21,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവ് ബാധ്യത പൂർണ്ണമായിട്ടും ഈ സർക്കാരിന്റെ കീഴിൽ ഉണ്ടാകും, അല്ലെങ്കിൽ തലയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനേക്കാൾ 1 മുതൽ 1.5% വരെ കൂടുതൽ പലിശ നൽകേണ്ടിയും വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ പലിശ നൽകേണ്ടി വരുന്നത് ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ പ്രാദേശികമായിട്ടുള്ള അസമത്വം ഉണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ധനസ്ഥിതി ഇത്രയുമൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഈ കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ എന്താണ് ഈ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കിയത് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിലും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഒരു സർക്കാർ വിതച്ചിട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു പൊതുകടം ഉണ്ടാകാനുള്ള സാധ്യത അത് അങ്ങനെയാണ്. പടിപടിയായിട്ട് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അതിലൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു ഭീമമായിട്ടുള്ള വർധനയാണ് എന്നുള്ളതാണ്. ഈ ഭീമമായുള്ള വർധന അമേരിക്കക്ക് വരെയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കരുത്. കാരണം അതുകൊണ്ടുള്ള കെടുതികൾ അമേരിക്കയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ പല നിലപാടുകളും അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളോട് പോലും പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ ആകെ കടബാധ്യത എന്ന് പറയുന്നത് 0.57 ലക്ഷം കോടി. സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയിട്ടുള്ള സ്ഥിര ബാധ്യതകൾക്ക് വേണ്ടിയിട്ട് ചെലവാകുന്നു. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൻഷൻ വർധന, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രായം കൂട്ടൽ, വിരമിക്കുന്ന പ്രായം കൂട്ടുന്നത്, അതുപോലെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പള വർധന, ഇതൊക്കെ തരാതരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പരിധി വിട്ടിട്ടുള്ള കയ്യിലുള്ളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു പരിധി വിട്ട് കടം
കടമെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള വർധനകൾ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിന്റെ അധിക ബാധ്യത എന്ന് പറയുന്നത് തീർത്തും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും. ഇനി വരുന്ന സർക്കാരും ആദ്യമേ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ധവളപത്രം എന്ന് പറഞ്ഞത്? വളരെ നല്ല കാര്യം കൂടിയാണ് ഈ ധവളപത്രം വി.ഡി. സതീശൻ സർക്കാർ പുറത്തിറക്കിയത്. കാരണം ഇത്രയും നാളെ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ചെയ്യാൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു, ഒരുപാട് പദ്ധതികളും ഒക്കെ പറഞ്ഞു. നയിക്കാൻ ആരുണ്ട്? ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യം കഴിഞ്ഞ 2 ടേമിൽ ഞങ്ങൾക്ക് മനസ്സിലായതാണ് സഖാവേ എന്ന് പറയേണ്ടി വരികയാണ് പൊതുജനം. സഖാക്കൾ പോലും പറയുകയാണ്, ഒന്ന് ഇറങ്ങി പോകാമായിരുന്നില്ലേ പിണറായി, ഇത്രയും ഞങ്ങളെ ദ്രോഹിക്കണമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോ ട്രഷറിയുടെ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. 2025 കേരളം 262 ദിവസം വേസ് ആൻഡ് മീൻസ് അഡ്വാൻസിലും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലും ആശ്രയിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ DA-യും DR കുടിശ്ശികകളൊക്കെയും ഉൾപ്പെടെ 48,731 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് കിഫ്ബി വരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് 78,851 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. KSRTC, KWA തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ നഷ്ടത്തിന്റെ പ്രധാന കാരണക്കാർ എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത് മുഴുവനും. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മളൊരു ഭരണം 2 ടേമായിട്ട് ഒരു സർക്കാരിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന സർക്കാർ കടം വരുത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആ കാലയളവിൽ ഉണ്ടാകാമായിരുന്ന കടം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ തീർത്തും ധൂർത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് പോലും അനുവദിക്കുന്ന പണം ധൂർത്തടിച്ചുകൊണ്ട് വകമാറ്റിക്കൊണ്ടുമൊക്കെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ചില പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിയിട്ടുള്ള DA, DR കുടിശ്ശിക വർദ്ധിപ്പിക്കുകയും കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ കടമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. എങ്ങനെയാണ് ഈ സർക്കാരിന് ഇത്രത്തോളം കടം വന്ന് കൂടിയത് എന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. കേന്ദ്രം ഞെരുക്കുന്നുണ്ട് എന്നുള്ള ഒരു വാദം പ്രതിപക്ഷം കാര്യമായിട്ട് പറയുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങൾക്ക്, അതായത് BJP ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഫണ്ട് അലോക്കേഷൻ നടത്തുന്നുണ്ട്. കാരണം അവിടെ കൃത്യമായ കണക്കുകൾ കൊടുക്കുന്നുണ്ട്. അവർ അവരുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണം വാങ്ങുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റാലിൻ സർക്കാരിന് പണം അനുവദിച്ചു കൊടുക്കുന്നത്? എങ്ങനെയായിരുന്നു ബംഗാളിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? ബംഗാളിലൊക്കെ മമതയുമായിട്ട് അടികൂടി കഴിയുമ്പോഴാണെങ്കിലും മമത ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന്റെ കണക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അതൊന്നുമില്ല. ഏതൊരു യോഗത്തിന് പോയാലും കടം ചോദിക്കും, ഞങ്ങൾക്ക് കുറച്ച് കടം തരണേ. എന്തിനാ? ഞങ്ങളുടെ കടം തീർക്കാനാണ് ഈ കടം. സാധാരണക്കാരായ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നികുതി പണം എടുത്തിട്ടാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിൽ ആര് ഭരിച്ചിരുന്നാൽ പോലും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അത് സംസ്ഥാനത്തിന്റെ വികസനത്തിനും പൗരന്മാർക്ക് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു നൽകാനും വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ അത് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കേന്ദ്രം തരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞയിടക്കാണ് കഴിഞ്ഞിടക്കെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞുപോയ കാലയളവിലെല്ലാം തന്നെ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് സംസ്ഥാനത്തിനോട് സംസാരിക്കുമ്പോഴും പല മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് കേരളത്തിന് തന്നതിന്റെ കണക്കുകൾ സഹിതം പറയുമ്പോൾ നമ്മുടെ ധനമന്ത്രിയുടേത് ഉൾപ്പെടെ ആരുടെയും വായോ നാക്കോ തുറക്കാനോ അനക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണ്, ഇന്നതാണ് കണക്ക് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിയണമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അത്രയും പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും നമ്മളിവിടെ നടപ്പിലാക്കാനോ ഈ കണക്കുകൾ കൊടുക്കാനോ ഒക്കെ തയ്യാറാകേണ്ടിയും വരും. എന്തായാലും വി.ഡി. സതീശൻ പോയി നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കാണുന്നുണ്ട്. അതോടുകൂടി VD ED മോദി എന്നൊക്കെയുള്ള സ്ലോഗൻസ് ഒക്കെ വന്നു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ വിജയ് ചാർജ് എടുത്തപ്പോ വിജയ് പോയി കണ്ടല്ലോ, ആർക്കും ഒരു ദണ്ണവും ഉണ്ടായിരുന്നില്ല. വി.ഡി. സതീശൻ പോകുമ്പോൾ എന്തിനാണ് ഇത്രയ്ക്കും ദണ്ണം? അപ്പോ
കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നാലാണ് സംസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ ഒരു രാജ്യത്തിന്റെയും പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവിടെ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ കളി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ മേലിലേക്കും വന്ന് ഭവിക്കുന്ന അവസ്ഥയുണ്ടാകും.